വരകളുടെയും നിറങ്ങളുടെയും സപ്തവർണ്ണ കണി കാണാൻ ഒരു യാത്ര. മലയാളത്തിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചങ്ങളെ അത്രയും വരച്ച വരകളുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സവിധത്തിലേക്കാണ് ഈ യാത്ര. നമ്പൂതിരി വരയ്ക്കാത്ത ലോകങ്ങളില്ല. ഋജുരേഖകളുടെ മഹാഭാരതം വരച്ച് വരകൾക്ക് ഒരു ഇതിഹാസമുണ്ടാക്കിയ ചിത്രകാരനാണ് നമ്പൂതിരി. ആ വരകളുടെയും വർണ്ണങ്ങളുടെയും പൂക്കണിയുടെ ലോകത്തിലേക്ക് പിന്തലമുറയിലെ 2 പ്രശസ്തരായ ചിത്രകാരന്മാർ യാത്ര നടത്തുകയാണ്. ആർട്ടിസ്റ്റ് JR പ്രസാദും ശേഖർ അയ്യന്തോളും. JR പ്രസാദ് വരയിൽ സവിശേഷമായ സ്വന്തം ശൈലി വികസിപ്പിച്ച വ്യത്യസ്തനായ ചിത്രകാരനാണ്. ശേഖർ അയ്യന്തോളാകട്ടെ ജൈവമായ ഒരു ആവാസ വ്യവസ്ഥയെ തൻ്റെ ക്യാൻവാസിലേക്ക് ആവാഹിച്ച ചിത്രകാരനുമാണ്. ഈ 2 ചിത്രകാരന്മാർ ഈ വിഷുവിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ അവരോടൊപ്പം നമുക്ക് ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ വരകളുടെ കുലപതി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സവിധത്തിലേക്ക് ചെല്ലാം. നമസ്കാരം. വിഷുക്കണി കണ്ട ശേഷം നമ്മൾ ആചാര്യസ്ഥാനത്തുള്ള ചിത്രകാരനെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ സുദിനത്തിൽ എന്താ തിരുമേനി പറയുന്നത് വിഷുവിനെ പറ്റിയിട്ട്? വിഷു ഏറ്റവും അധികം ആസ്വദിച്ചത് കുട്ടിക്കാലത്താണ്. കണി കാണുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ അനുഭവമാണ് ആ കുട്ടിക്കാലത്ത്. ഇപ്പം പക്ഷെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പോഴും വിഷു ഇപ്പോൾ കണി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പഴയ ഒരു ഓർമ്മകളുടെ ഒരു ഒരു മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വിഷു എന്ന് പറയുന്നത് നമ്മളെല്ലാ ആഘോഷങ്ങളും ഇതുപോലുള്ള ആണ്ടൃതികൾ എന്ന് പറയണില്ലേ, അതിനൊക്കെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അതിൻ്റേതായ ഒരു സൗന്ദര്യം. ഒന്നാമത് ഈ കൊന്നപ്പൂ ഉണ്ടാകുന്ന കാലമാണ്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ കൊന്നപ്പൂ. ഞാൻ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ നോക്കി കൊന്നപ്പൂവ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഗോൾഡൻ യെല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഇവിടെ ഇപ്പോൾ കൊന്നയില്ല. അപ്പോൾ ഞാൻ ഒരു കൊന്ന ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് ഇതേവരെ പൂത്തിട്ടില്ല. അപ്പോൾ വലിയ സങ്കടം പൂക്കാത്തതുകൊണ്ട്. ഈ വിഷുവിനും പൂത്തിട്ടില്ല. അപ്പോൾ ഏതായാലും വിഷു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ആന്തൃതികൾ പലപ്പോഴും ഒരു അവധിയായിട്ടാണ് നമ്മൾ എന്തിൻ്റെയും ഒരു കാലം. അല്ല, വിഷു കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ വിഷുവിൻ്റെ മുമ്പേ കഴിക്കാം. ഇങ്ങനെയുള്ളൊരു സാധനം ഈ നമ്മളെ ഈ ഇതിന് മുഴുവൻ ഉണ്ട്. ഇപ്പോൾ വിഷു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിഷു കഴിയട്ടെ, അല്ലെങ്കിൽ വിഷുവിൻ്റെ മുമ്പ് അതാണ് തീർത്തലാം. അങ്ങനെയും അതുപോലെ ഓണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെതായ ഒരു തരം നൊസ്റ്റാൾജി നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അപ്പോൾ വിഷു എന്തായാലും ഒരു മനസ്സിന് ആഹ്ലാദമുള്ള സംഗതിയാണ്. ഞങ്ങളുടെ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ എല്ലാത്ത് ഈ കൈക്കോട്ടും ഇതൊക്കെ വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ കൃഷിയുടെ എന്തോ ഒരു സംബന്ധിച്ച് കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട കണിയുടെ ഒപ്പം. അതെ. അല്ല, അതിൻ്റെ കണിയുടെ ഒപ്പമല്ല, പിറ്റേ ദിവസം കണി കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഈ അണിഞ്ഞിട്ട് കൈക്കോട്ടൊക്കെ വയ്ക്കും. അത് ഈ ടൂൾസിനെ ബഹുമാനിക്കാൻ. അതെ. അപ്പോൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഇതും കൂടി കാർഷികോത്സവം കൂടിയാണ്. അങ്ങനെ ആയിരിക്കും കാർഷികോത്സവം കൂടി ആവാം. ഈ കന്നുകാലികൾക്കൊക്കെ ഇത് വിഷുക്കണി കാണിക്കുന്ന. അതെ. അല്ല, ഇത് വളരെ ശരിയാണ്. എന്താ വെച്ചാൽ ഈ ഞങ്ങൾ വിഷു കണി കണ്ടു കഴിഞ്ഞാൽ ഈ കണി ഞങ്ങൾ തൊഴുത്തിൽ പോയിട്ട് ഈ പശുക്കളെ കാണിക്കും. അപ്പോൾ അവർ ഭയങ്കര, നമുക്ക് തോന്നുന്നു ശരിക്കും കാണുകയാണെന്ന് തോന്നുന്നു. അവർ പിന്നെ ഒരു വസ്തു കണ്ടപ്പോൾ നോക്കിയതേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ കണ്ട് തിന്നാനുള്ള ശ്രമങ്ങളായിരിക്കും. പക്ഷെ അവർ കാണുന്നത് അവരും ആഘോഷിക്കേണ്ടതെന്ന് നമുക്ക് തോന്നും. അതൊരു പഴയ ഒരു ഓർമ്മയാണ്. വിഷുവിനെ പറ്റി എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വിഷു അത്ര ഒരു പ്രാധാന്യമുള്ള ഒന്നല്ല. ശരിക്കും ഞാൻ വിഷു കണി കാണുന്നത്, ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് കണ്ണുപൊത്തിയിട്ട്
ഈ വിഷുക്കണി വിഷുക്കണി കാണിച്ചത്. കാണിച്ചു തന്നത് അല്ലേ? തിരുവനന്തപുരത്ത് അങ്ങനെ വിഷു ഇല്ല. അതുപോലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് തൃശ്ശൂർ, കോഴിക്കോടൊക്കെ താമസിച്ച അവസരത്തിൽ പടക്കം, വിഷുക്കാലം പടക്കങ്ങൾ പൊട്ടുന്നത്. പക്ഷേ എനിക്ക് അത്ഭുതമായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ പടക്കം എന്ന് പറയുന്നത് ഈ ദീപാവലിക്കായിരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരം ഭാഗത്ത് തമിഴ്നാടുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആയിരിക്കും തോന്നുന്നു. പിന്നെ എൻ്റെ വിഷുവിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിഷുപ്പതിപ്പ് ഇറക്കുന്ന ഒരു 70കളിലും 80കളിലും വളരെ സജീവമായിരുന്നു. എല്ലാ കാലത്തും ഈ കൊല്ലം വിഷുപ്പതിപ്പ് ഉണ്ടാവും. പക്ഷെ എൻ്റെ മനസ്സിലും നമ്പൂരി എന്ന് പറഞ്ഞ ചിത്രകാരനും വിഷുവായിട്ടുള്ള ബന്ധത്തിൽ ഈ വിഷുപ്പതിപ്പാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത് ഒരു 70കളുടെ അവസാനം മറ്റുമാണെന്ന് തോന്നുന്നു. NS മാധവനൊക്കെ കഥ എഴുതി നമ്പൂരി വരച്ച ചിത്രങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി വരച്ചിട്ടാണെന്ന് ഞാൻ ഒരു ചിത്രത്തിലേക്ക് എൻ്റെ ഒരു വഴി തെളിഞ്ഞ ഈ നമ്പൂരി രേഖകൾ കണ്ടിട്ടാണ്. പിന്നെ അതിൻ്റെ മുമ്പൊക്കെ KCS ഒക്കെ വിഷുവിനെ കുറിച്ച് ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വിഷുപ്പതിപ്പ് എന്ന് പറയുന്നതിൽ കുറേ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഞാനും കുട്ടിക്കാലത്ത് ഈ വീക്കിലിയാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മളെ ആവശ്യം. അപ്പോൾ KCSൻ്റെയും ദേവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഈ എന്തെങ്കിലും ഈ പറയുന്ന മാതിരിയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ചിത്രങ്ങളും ഇതിനെ സംബന്ധിച്ച് കുറേ ഓണത്തിന് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷു എന്ന് പറയുന്നത് ഒരു മനോഹരമായ സങ്കല്പം, അതുമല്ല നമ്മളൊരു പഴയ ഓർമ്മകൾ തിക്കുന്ന ഒരു സാധനമാണ്. അതെ. ഇപ്പോഴത്തെ വിഷുവും കുട്ടിക്കാലത്തെ വിഷുവും തമ്മിലുള്ളൊരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് എന്താ വെച്ചാൽ ഇത് മിക്കവാറും ഇത് കഴിഞ്ഞാലുള്ള ദുഃഖമാണ് അതിൽ ഏറ്റവും വലിയത്. വിഷു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആഘോഷം. വിഷു വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഇതാണ്. വിഷു കഴിഞ്ഞ ആ ഒരു ദിവസം ആഘോഷം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖമാണ്. ഒരു കൊല്ലം കാത്തിരുന്നിട്ടുള്ള ഒരു സംഭവം, പിന്നെ അതിനുള്ളൊരു ദുഃഖം. അപ്പൊ ഇതിനൊക്കെ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ പഴയ ഓർമ്മകൾ ഇത് കഴിഞ്ഞു പോയാലുള്ളതിൻ്റെ ദുഃഖമായിട്ടാണ് അധികം ബാക്കി നിൽക്കുക. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം വരണം വിഷുവിന്. അപ്പം അത്രയും കാലത്തെ ഇതിൻ്റെ ഒരു വിടവ് അത് കുട്ടിക്കാലത്ത് വല്ലാതെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലായി. ഇതൊക്കെ ഒരു അനുഷ്ഠാനങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിൻ്റെതായ തരത്തിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മളെ സങ്കല്പങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു യുക്തിബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും വേറൊരു തരത്തിലുള്ള സൗന്ദര്യം നഷ്ടപ്പെട്ടു. അപ്പം ആ സൗന്ദര്യം വാസ്തവത്തിൽ ഇന്നിപ്പോൾ ഇല്ല. അത് നമ്മളെ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ആ ഒരു ഓരോന്നിനും അതിൻ്റെതായ ഒരു ഭംഗി ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണ ദിവസന്മാരെയാണ് ഇതൊക്കെ. പക്ഷേ ഇത് നമ്മളെ ഉള്ളിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു വലിയൊരു വളരെ സൗന്ദര്യാത്മകമായ ഒരു സങ്കല്പമുണ്ട്. അത് നമ്മൾ ഈ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ്, ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നു. പടക്കമുണ്ട്. പടക്കം വലിയ ഇതാണ്. എന്താ വെച്ചാൽ പടക്കം അത് വൈകുന്നേരമൊക്കെയാണ്, തലേ ദിവസം വൈകുന്നേരമൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടുവരിക. അപ്പം എന്നിട്ട് അത് വളരെ ഈ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനമൊക്കെ ചെയ്യാം. അത് ഭയങ്കര അതിങ്ങനെ എപ്പോഴും മനസ്സിന് പോവില്ല. പിറ്റേ ദിവസം കത്തിക്കും കഴിയും. പിന്നെ അത് തീർന്നാലും ഇതുപോലുള്ള ദുഃഖമാണ്. എനിക്ക് തോന്നുന്നത് വടക്കും തെക്കും വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. തെക്ക് പടക്കം ഇല്ല. അല്ല, തെക്കെന്ന് പറഞ്ഞാൽ മലബാറിന്റെ തെക്ക്, അത് ആ ഭാഗത്തൊക്കെ വിഷു. തൃശ്ശൂരിലൊക്കെ ഉണ്ട്. തൃശ്ശൂരിനങ്ങോട്ട് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് വെച്ചാൽ ഇവിടെ വിഷുവിന്റെ ആ ദിവസം തലേ ദിവസം സന്ധ്യ ആയാൽ തന്നെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ അതല്ല, വിഷു തുടങ്ങണേന്റെ വളരെ മുമ്പേ തുടങ്ങും ഈ പടക്കം പൊട്ടല്. പിന്നെ ഈ പൊട്ടല് പിറ്റേ ദിവസം പുലർന്നാലും നമ്മൾ എപ്പോൾ ശ്രദ്ധിച്ചാലും എവിടെയെങ്കിലും ഒരു എവിടെയെങ്കിലും കേൾക്കാം. അവിടെ അത് ഈ ഭാഗത്തേക്ക് ഈ തട്ടകത്തിൽ എപ്പോഴും പെടപ്പെടാന്ന് എന്തെങ്കിലും ഒരു പൊട്ടൽ. അതിൻ്റെതായ ഒരു താളമുണ്ട്. ഉണ്ടാവും. ഒരു ഭാഗത്ത് ഇങ്ങനെ പെടപ്പെടാന്നൊരു മാല പൊട്ടി കുറച്ച് കഴിഞ്ഞാൽ 1-2 ഒറ്റയ്ക്ക് തോത് വ്യത്യാസം, ശബ്ദത്തിന്റെ തോതിന്റെ വ്യത്യാസം, ഇതൊക്കെ നല്ല ഡിസ്റ്റൻസ് ഒക്കെ മനസ്സിലാവും.